കോൺഷ്യൻസ് ഈസ് ദ ഡിസേണിങ് ഓർഗാൻ എന്ന് പറഞ്ഞാൽ, ഡിസേണിങ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്ന അംഗം, വിവേചിക്കുന്ന അംഗം. The discernment of right and wrong by the conscience is not influenced by the knowledge in the mind. നമ്മുടെ മനസ്സിലുള്ളതായ കാര്യങ്ങളെ അനുസരിച്ചല്ല നമ്മുടെ മനസാക്ഷി വിവേചിക്കുന്നത്. നമ്മുടെ മനസ്സിൽ, ബുദ്ധിയിൽ, ജ്ഞാനത്തിൽ പല കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചല്ല വിവേകം എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാണനിലുള്ള ജ്ഞാനവും ബുദ്ധിയും വിവേകവും തമ്മിൽ വളരെ വ്യത്യാസമാണ്. അപ്പം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ നോളജ് ഇൻ ദ മൈൻഡ്, റാദർ ഇറ്റ് ഇസ് എ സ്പോണ്ടേനിയസ് ഡയറക്റ്റ് ജഡ്ജ്മെന്റ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡയറക്റ്റായിട്ട് വരുന്ന ഒരു സ്പോണ്ടേനിയസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഒരു ഭാവമാണ്, എന്താ പറയാനോ, പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്നതാണ്. Spontaneous direction. Many times the conscience will condemn even the things that one's reasoning condones. നമ്മുടെ ബുദ്ധിപരമായി ചിലത് ശരിയാണെന്ന് തോന്നുന്നത് വിവേകം എന്ത് ചെയ്യും? തെറ്റാണെന്ന് പറയും. നമ്മുടെ ബുദ്ധിപരമായി തോന്നുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? വിവേകം പറയും അത് നോ. ബുദ്ധിപരം അത് ശരിയാണെങ്കിലും വിവേകം അത് പറയാം അത് എന്താണ്? തെറ്റല്ല, അത് ശരിയല്ല. The work of conscience is mostly independent and direct. ഈ കോൺഷ്യൻസ് എന്ന വിവേകത്തിൽ, അത് മനസാക്ഷിയിലുള്ളത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഡയറക്റ്റ് ആണ്. അത് മറ്റുള്ളവരുടെ പ്രേരണയാൽ ഉണ്ടാകുന്നതല്ല. മനസ്സിലായാലും ഇത്ര എഴുതി, ഒന്ന് രണ്ട് ബാക്കിയും കൂടെ ഉണ്ട്. എഴുതിക്കാത്ത ധൃതിയില്ല. കാരണം ഇത് നമ്മൾ ആഴമായി പഠിച്ചെങ്കിൽ മാത്രമേ ആത്മാവിന്റെ പ്രവർത്തനവും ബുദ്ധിയുടെ പ്രവർത്തനവും നമ്മൾക്ക് തമ്മിൽ വിവേചിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ആത്മാവിൽ കൂടെ ഉണ്ടായ പ്രവർത്തനമാണോ, ബുദ്ധിയിൽ കൂടെ നമ്മൾ ആലോചിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണോ എന്ന്. കാരണം ഈ ഏരിയയിലാണ് സാത്താൻ കൂടുതൽ ദൈവദാസന്മാരെ കീഴ്പ്പെടുത്തുന്നത്. അനേക വീരന്മാരായ കർത്താവിന്റെ ദാസന്മാരെ ആത്മാവിൽ ആരംഭിച്ചത് ബുദ്ധിയിൽ കൊണ്ടുവന്ന് കീഴ്പ്പെടുത്തുന്നത് ഈ കാര്യത്തിലാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ നോളജ് in the mind, rather a spontaneous direct judgment. Many times the conscience will condemn even the things that one's reasoning condones. The work of conscience is mostly independent and direct. ഇതിന് ഞാൻ ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറയാം. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടാഞ്ചൂറിൽ, തമിഴ്നാട് ടാഞ്ചൂറിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-25,000 ആളുകളോടും അവിടെ ഒരു നദിയുടെ കരയ്ക്കാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. DMK-ക്കാർ വളരെ എതിരായിരുന്നു. ഒരുപാട് ഹിന്ദുക്കൾ രക്ഷിക്കപ്പെട്ടു. മൂന്നാമത്തെ ദിവസം ഒരു സ്റ്റേജിലേക്ക് കല്ലൊക്കെ എറിഞ്ഞു. ഇത് നിങ്ങൾ സത്യം മനസാക്ഷിയുടെ ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. അപ്പോഴേ അതിൻ്റെ ആ ആഴമെങ്കിൽ മനസ്സിലാകുകയുള്ളൂ. കല്ലെറിഞ്ഞപ്പോൾ പുറയിലൊരു ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ കല്ലെറിഞ്ഞിട്ട് എന്നെ തർജ്ജമ ചെയ്യുന്ന ആളിനെ ഞാൻ ഇംഗ്ലീഷ് പ്രസംഗം, അദ്ദേഹം തമിഴ് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒടുവിലത്തെ ദിവസം ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10-25,000 ആളുകൾ, അത് കൂടുതലുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. തമിഴ്നാട്ടിൽ ഒത്തിരി ആളുകൾ കൂടും വചനം കേൾപ്പാനായി. ഒരു സൈഡിൽ മുഴുവൻ സഹോദരന്മാരും ഒരു സഹോദരിമാരും, ഇടയ്ക്ക് ഒരു 3 അടി ഇതിലൂടെ കയറ് കെട്ടിയൊരു വഴിയുണ്ട്. ഞാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചും വിവേകത്തെക്കുറിച്ചും കർത്താവ് പാപത്തെ ക്ഷമിക്കുന്ന കാര്യത്തെക്കുറിച്ചും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറുത്ത വണ്ണമുള്ള വലിയൊരാൾ ഓടി വരികയാണ്. ഓടി വന്നിട്ട് പറയുകയാണ്, ഞാൻ 63 പേരെ കൊന്നു, നിന്നെയും കൊല്ലാനായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. അതിന് 10,000 രൂപ പറഞ്ഞു, 5,000 രൂപ തന്നു എൻ്റെ കയ്യിൽ. 5,000-ന്റെ ഒരു കെട്ടെടുത്ത് എൻ്റെ സ്റ്റേജിലേട്ടൻ എറിയല്ല വെച്ചു. എന്നെയും കർത്താവ് ക്ഷമിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ കഴുത്തിലൊരു പോക്കറ്റ് മൈക്ക് ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുകൂടാതെ 10-20 മൈക്സ് എല്ലാം സെൻസിറ്റീവ് മൈക്കാണ്. അപ്പോൾ ഇതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 63 പേരെ കൊന്നത് എങ്ങനെ ഇന്ന് ജീവനോടിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവനോട് നീ ഇടപെടണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ പോയി ഒരു കർത്താവിന്റെ ദാസനോ ഇവനെ ഒരു മുറിയിലാക്കാൻ പറഞ്ഞു. ഞാൻ യോഗം കഴിഞ്ഞ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. യോഗം കഴിഞ്ഞ് രോഗികളോട് സംസാരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, നീ എങ്ങനെയാണ് 63 പേരെ കൊന്നത്? പറയും, ഞാൻ DMKയുടെ ആളാണ്. ചിലപ്പോൾ എന്നെ പോലീസിന്റെ വസ്ത്രം അണിയിക്കും, ചിലപ്പോൾ പാർട്ടിയുടെ വസ്ത്രം അണിയിക്കും. ഞാൻ എവിടെ ചെന്ന് ആരെ കൊന്നു കഴിഞ്ഞാൽ ഉടനെ ഗവൺമെന്റ് ആളുകൾ തന്നെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇവിടെയും നിന്നെ കൊല്ലുവാനായി എന്നെ കൊണ്ടുവന്നതാണ്. നിന്നെ കൊന്നു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നോട് കർത്താവ് ക്ഷമിച്ചാൽ നീ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ അവൻ്റെ കോൺഷ്യൻസിൽ, മനസാക്ഷിയിൽ ദൈവം പ്രവർത്തിച്ചു. എപ്പോഴാണ് മനസ്സിലായ? അവൻ പറഞ്ഞു, ഞാൻ നാളെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു. ഞാൻ പറയും, ഞാൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ വിവേകത്തിൽ എന്തായി ദൈവം പ്രവർത്തിച്ചു. അപ്പോൾ ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. രാത്രി മുഴുവനും കരഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് രാവിലെ 8 മണിക്ക് അവിടുന്ന് യാത്രയായിരുന്നു. ഞാൻ അവനെ കൊണ്ടുവന്നപ്പോൾ ആ വളരെ കഠോരനായ മനുഷ്യന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖം പോലായിപ്പോയി. കർത്താവേ, നീ അവനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മപൂർണ്ണനെ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാനിങ്ങ് പോകുന്നതിന് ശേഷം ഉടനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മന്ത്രിമാർ ഫോൺ ചെയ്തു, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ പറയുന്നതൊന്നും സ്വീകരിക്കരുത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവരെ അറസ്റ്റ് ചെയ്തില്ല. 5 വീടുകളിൽ ചെന്ന് ആളുകളെ കൊന്നതവൻ അറിയാമായിരുന്നു. അവരിൽ ഓരോരുത്തരുടെ വീടുകളിലും ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആളുകളെ കൊന്നത് ഞാനാണ്. യേശു എന്നോട് ക്ഷമിച്ചു. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാമെന്ന് ക്ഷമിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പ്രതികാരം വിട്ടു. അവരും ക്ഷമിച്ചു. 5 വീട്ടുകാരും ക്ഷമിച്ചപ്പോൾ 3 വർഷത്തിന് മുമ്പ് വരെ അദ്ദേഹം ജീവനോടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പറഞ്ഞത് 63 പേരെ കൊന്ന മനുഷ്യന്റെ വിവേകത്തെയും ദൈവം തൊടുവാൻ സാധിച്ചപ്പോൾ അതാണ് സ്പോണ്ടേനിയസ്. അപ്പൊ വിവേകം അവനെ നിർബന്ധിച്ചപ്പോൾ അവന്റെ ബുദ്ധിക്ക് അവനെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. ആ 2 വ്യത്യാസം മനസ്സിലായോ? ഇവിടെ എഴുതിയിട്ടുള്ളത് ഇറ്റ് ഇസ് എ സ്പോണ്ടേനിയസ് ഡയറക്റ്റ് ജഡ്ജ്മെന്റ്. ഇത് ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചില വാക്യങ്ങൾ ഞാൻ പറയാം. ഇനി ഞാനിത് മായ്ക്കട്ടെ. ഇതിനെക്കുറിച്ച് 1-2 വാക്യങ്ങൾ എഴുതാനുണ്ട്. Conscience is mostly independent and direct. It is not. It is. ഇതിന്റെ ബാക്കിയായിട്ടാണ്. It is not affected by outward persuasion. If a man makes a mistake in his conduct, his conscience will condemn him. Man makes a mistake. His mistake in his conduct. His conscience will condemn him. Will condemn him. നമ്മുടെ കോൺഷ്യൻസിലുള്ളത് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഔട്ട്വേർഡ് പെർസുവേഷൻസ്.
പുറമേ ഉള്ളതായ പ്രേരണ കൊണ്ട് അതിനെ എന്ത് ചെയ്യാനൊക്കുകയില്ല, തടയാനൊക്കുകയില്ല. പിന്നെ ഇഫ് എ മാൻ മേക്സ് എ മിസ്റ്റേക്ക് ഇൻ ഹിസ് കോണ്ടക്ട് ഹിസ് കോൺഷ്യൻസ് വിൽ കണ്ടം ഹിം. അവൻ്റെ മനുഷ്യൻ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അവൻ്റെ വിവേകം അവനെ എന്ത് ചെയ്യും, കണ്ടം ചെയ്യും. അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഡിറ്റക്റ്റിംഗ് ടെസ്റ്റ്, ബ്രെയിൻ മാപ്പിങ്ങിലൊക്കെ പോലീസ് ജയിക്കുന്നത്. കാരണം ലൈറ്റ് ഡിറ്റക്ടർ ടെസ്റ്റ് കഴിഞ്ഞ് പല പ്രാവശ്യം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവൻ്റെ മൈൻഡ് പറയുന്നതല്ല വിവേകം പറയുന്നത്, മനസാക്ഷി പറയുന്നത്. അതാണ് ബ്രെയിൻ മാപ്പിംഗ് കേസിൽ കൂടെ അനേക കുറ്റവാളികളെ അവർ പിടിച്ചെടുത്ത് ജയിക്കുന്ന കാരണം എന്താണ്, ഈ ബ്രെയിൻ മാപ്പിംഗ് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഷ്യൻസ് പെട്ടെന്ന് എന്ത് ചെയ്യും എന്ന് പറയും. ഇന്ന് ഏതായാലും